പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം തുടരുന്നു. മോദി ഇന്ന് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായി ആശയവിനിമയം നടത്തും. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുവി വിശ്വനാഥൻ ചേരുന്നു വിവരങ്ങളുമായി. സുവി, പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം തുടരുകയാണ്. പ്രധാനമായും ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധമടക്കം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശം ആ സന്ദർശനത്തിനുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനമായും ഇന്ന് അദ്ദേഹം അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായി അടക്കം ആശയവിനിമയം നടത്തുമെന്നറിയുന്നു. ഇപ്പോഴും സന്ദർശനം തുടരുകയാണ് അല്ലേ? പ്രധാനമായും എന്തൊക്കെയാണ് നടന്നത് സുവി? ഭവ്യ, 3 കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, ക്വാണ്ടം സമ്മിറ്റ്. രണ്ടാമത്തേത് UN അസംബ്ലിയിലെ ഭാവി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യൽ. മൂന്നാമത്തേത് ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യൽ. ഇന്നലെ അദ്ദേഹം ക്വാണ്ടം സമ്മിറ്റിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തി. പ്രത്യേകിച്ചും UN-ലെ ഒരു സ്ഥിരാംഗമാക്കണം എന്നത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ജോ ബൈഡനുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയെ സ്ഥിരാംഗമാക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് ജോ ബൈഡൻ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സന്ദർശനം 3 ദിവസത്തേക്കാണ്. ഇന്നാണ് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. പ്രധാനമായും AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അർദ്ധചാലകങ്ങൾ, ബയോടെക്നോളജി തുടങ്ങിയ അത്യാധുനിക മേഖലകളിൽ ഇന്ത്യയും US-ഉം തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇന്ത്യൻ സമൂഹത്തെ കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട ഇന്ത്യൻ കമ്പനികളുടെ സിഇഒമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തും. ഇന്ത്യ US ഉഭയകക്ഷി ഭൂപ്രകൃതിയിൽ സജീവമായ ചിന്താഗതിക്കാരായ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നാളെയാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരിപാടിയുള്ളത്. നാളെയാണ് അദ്ദേഹം UN പൊതുസഭയെ അഭിസംബോധന ചെയ്യുക. പ്രധാനമായും ഒരു നല്ല നാളേക്കുള്ള ബഹുമുഖ പരിഹാരങ്ങൾ എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഭാവി ഉച്ചകോടിയിലാണ് അദ്ദേഹം സംസാരിക്കുക. പ്രധാനമായും ഇന്ത്യ UN-ൽ ഒരു സ്ഥിരാംഗമാകുന്നത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ നാളത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആഗോള നേതാക്കൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള നേതാക്കളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളും പ്രധാനമന്ത്രി തുടരുകയാണ്. ഏതായാലും 3 ദിവസത്തേക്കാണ് അദ്ദേഹത്തിന്റെ സന്ദർശനമുള്ളത്. ഇതിനിടെ ഡൊണാൾഡ് ട്രംപുമായും പ്രധാനമന്ത്രി കണ്ടേക്കും എന്ന ചില സൂചനകളുണ്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. ഭവ്യ, അതാണ് സുവീഷ്